ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ലീലൂസ് ലൈഫ്. ഒരുപാടായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു. ഈ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സുഭാഷ് പാർക്കിലൊക്കെ പോയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടല്ലോ, അന്ന് പോയത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നമ്മളെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ പോയതും അവിടെ ക്രൂസിൽ പോയൊരു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതിൽ വേറെ കാര്യങ്ങളും പറയാനുണ്ട്, അവരുടെ സർവീസും കാര്യങ്ങളും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ 3 സർവീസുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മിനാർ എന്നുള്ള ക്രൂസായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ അതിൽ നിന്ന് കഴിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് അവർ പറയുന്നത് നമുക്കുള്ള ഫുഡ് ക്യാൻസൽ ചെയ്തിരിക്കണേ. നമ്മൾ അവർ ഫുഡ് കൊണ്ടുവരുന്ന വണ്ടി മറിഞ്ഞിട്ട് ഫുഡൊക്കെ പോയതാണ്. അതുകൊണ്ട് നമുക്ക് പുറത്ത് ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അതാണെങ്കിലോ നമ്മൾ പെട്ടെന്ന് ഇത്രയും പേര് ചെന്ന് കയറുമ്പോഴുള്ള ഫുഡിൻ്റെ പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡാണ്. കാരണം സാമ്പാറും ചോറ് നോൺ വെജാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാവുക ഈ ടൂറൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഫുഡായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് എത്തി. പക്ഷെ അവർ 3 മണിക്കൂർ ട്രിപ്പുണ്ട്. ആ 3 മണിക്കുള്ള ട്രിപ്പിന് ആ ഒരു ആളുകളെയും കാത്തിട്ടാണ് അവർ ഞങ്ങൾ എത്രയും സമയം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് 1 മണിക്ക് പോയാൽ 3 മണിയാകുമ്പോഴത്തേന് ഇറങ്ങുന്ന വിധത്തിലായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ ഞങ്ങൾ അത്രയും ഒരു സമയം അവിടെ പിടിച്ചിരുത്തി. ഇവരെ സർവീസൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ആക്ടിവിറ്റീസൊക്കെ നല്ല സംഭവമായിരുന്നു. പക്ഷേ ഇവർ സർവീസ് മോശമായി തന്നെ പറയും. ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. ഇവർ പറഞ്ഞത് കളവാണെന്ന് പറയാൻ കാരണം എന്താണോ, നമ്മളങ്ങനെ യാത്ര ചെയ്ത് തിരിച്ച് ഇറങ്ങിയ സമയത്ത് ഈ ഫുഡ് എത്തിക്കുന്ന ആളുകൾ അവിടേക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് രഹസ്യമായിട്ടൊന്ന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളായിരുന്നോ ഉച്ചക്കത്തെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, നിങ്ങളോടായിരുന്നോ എന്ന് ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞു അതെ ഞങ്ങളോട് തന്നെ ആയിരുന്നു, ഞങ്ങളാണ് ഇവിടേക്ക് ഫുഡ് എത്തിച്ച് കൊടുക്കുന്ന ആൾക്കാർ, ഉച്ചക്കത്തെ ഫുഡ് ഇവർ ക്യാൻസലാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയൊരു കളവ് പറഞ്ഞിട്ട് എന്തിനാണ് അവരങ്ങനെ ഒരു സർവീസൊക്കെ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴേക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ തുടർന്ന് കാണിട്ടോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ബസ് സർവീസ് ഇല്ലേ, ഓരോ 10-20 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുകൾ വരില്ലേ ബസ് സ്റ്റോപ്പിൽ. അതുപോലെ ഇവിടെ അടുത്തുള്ള ഐലൻഡുകളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. നമ്മൾ ബസ്സിൽ പോകുന്ന പോലെ തന്നെ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് എന്ത് ചെയ്യുക, ഓരോ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കും. വൈപ്പിൻ, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡ്, ഈ ഏരിയയിലേക്കൊക്കെ ഇവിടുന്ന് ബോട്ടിംഗ് സർവീസ് ഉണ്ട്. വെറും 6 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നിങ്ങൾ ഈ റോഡ് വഴി എന്താ ചെയ്യുന്നുണ്ട്, ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും പെട്ടെന്നും ഇത്രയും വില കുറവിലും നിങ്ങൾ എത്തിക്കാൻ പറ്റുന്ന വേറൊരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ഇവിടെ ഇല്ല. ഇവിടുത്തെ കുട്ടികൾ എന്ന് പറയും ആ ചുവന്ന കളർ ക്രെയിനുകൾ കാണുന്നു. ഓക്കെ, സോ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മുടെ ഇന്ത്യയുടെ യുദ്ധവിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് മുതൽ കൊച്ചിയുടെ വാട്ടർ മെട്രോ വരെ നിർമ്മിച്ചത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. കൊച്ചിൻ വാട്ടർ മെട്രോ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? കൊച്ചിൻ വാട്ടർ മെട്രോ കേട്ടിട്ടില്ല? ഓക്കെ, എന്തായാലും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കൊച്ചിൻ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞാൽ ഫുള്ളി എയർ കണ്ടീഷൻഡ് AC ഒക്കെ ആയിട്ടുള്ള ഒരു ബോട്ടാണ്. നല്ല ഒരു വൈസ്രോയ്, ബ്രിട്ടീഷ് വൈസ്രോയ് ലോർഡ് വില്ലിംഗ്ടൺ എന്ന പേരുള്ള ഒരു ബ്രിട്ടീഷ് വൈസ്രോയ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഐഡിയ ആയിരുന്നു ഇവിടെ ഒരു തുറമുഖം നിർമ്മിക്കണം എന്നുള്ളത്. ആദ്യത്തെ കടൽയാത്രയെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി കൈകൊള്ളിക്കാമോ?
എല്ലാവരും ഒന്ന് ഇറങ്ങിക്കേ, അങ്ങോട്ട് വെക്കും. പാട്ടൊക്കെ നല്ല അടിപൊളി പടക്കം പൊട്ടുന്ന പോലത്തെ പാട്ടുകളൊക്കെ വരും. ഓക്കെ, എല്ലാവരും ഇരിക്കും. എല്ലാവരും ഒന്ന് അങ്ങോട്ട് ഇറങ്ങി തന്നെ.